എത്താം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിലേറ്റവും പ്രധാനം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് മകരവിളക്കാണ്. മകരജ്യോതി ദർശനത്തിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 3:08 മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് മകരസംക്രമ പൂജയ്ക്ക് അഭിഷേകം ചെയ്യുക. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിക്കും. 6:00 സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. അതിനുശേഷമാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന പൊന്നമ്പലം വീട്ടിലെ മകരജ്യോതി തെളിയുക. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ആയിരക്കണക്കിന് ആളുകൾ ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും പ്രാർത്ഥനയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അയ്യപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എങ്ങനെയൊക്കെയാണ് ക്രമീകരണം? അതെ, മകരവിളക്കിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രമൊക്കെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പഴയ പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ച്, അതായത് കൃഷ്ണപൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചതിനെ കുറിച്ചൊക്കെ മുമ്പ് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇത്തവണ കുരുത്തോലകൾ മാത്രമാണ് ഈ ഒരു അലങ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ ദർശനത്തിൻ്റെ ഒരു തിരക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. 24,000 പേര് ഇതിനോടൊപ്പം സന്നിധാനത്ത് എത്തിയെന്നാണ് കണക്ക്. എവിടെയും വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. സന്നിധാനത്ത് എത്തുന്നവർ തന്നെ പലവട്ടം കറങ്ങി തൊഴുന്നതിൻ്റെ ഒരു തിരക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെയാണ് ഹരിവരാസന പുരസ്കാര ചടങ്ങുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റു ചടങ്ങുകൾ. നമ്മളപ്പോൾ ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീത്ത്, അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് ശ്രീത്ത് മകരവിളക്കിന് വരുന്നതാണല്ലോ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു കാഴ്ചകളെ കണ്ടിട്ട്? അനുമതി എല്ലാ തവണത്തെ പോലെ തന്നെ മനോഹരമായ കാഴ്ച തന്നെയാണ് ശബരിമല സന്നിധാനത്ത്. ക്ഷേത്രം അലങ്കരിച്ചതിനെ കുറിച്ച് അനുമതി പറഞ്ഞല്ലോ. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഇത്തവണത്തെ ഞാനിങ്ങോട്ട് നടന്നു വന്ന സമയത്ത് ചിന്തിച്ചൊരു കാര്യം, ഏറ്റവും ശബരിമലയെ സംബന്ധിച്ച് പല വിവാദങ്ങൾ നിൽക്കുന്നു. ശബരിമലയെ ചൂഷണം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നിൽക്കുന്നു. അവിടെ ഈ നിലത്തുൾപ്പെടെ കിടന്നുകൊണ്ട് എത്രയോ ദിവസമായി ഒരു വലിയ ധ്യാനം പോലെ ഈ അയ്യപ്പനോടുള്ള ഒരു യഥാർത്ഥ ഭക്തി പ്രകടിപ്പിക്കുന്ന മനുഷ്യരുടെ വലിയൊരു കൂട്ടം, ഏതാണ്ട് 2-2.5 ലക്ഷം ആളുകളെങ്കിലും ഉണ്ടാകും. ഇന്നലെ ഏതാണ്ട് 1,15,000 പരം ഭക്തരാണ് ഇന്നലെ മാത്രം. അതായത് 40,000 ഭക്തർക്ക് ദർശനം മാത്രമുള്ളപ്പോഴാണ് ഇത്രയധികം ഭക്തരെത്തിയത്. അതിൻ്റെ തലേദിവസം ഉള്ളവരുണ്ട്. അങ്ങനെ സന്നിധാനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ അയ്യപ്പൻ എന്ന ഒരേ ചിന്തയിൽ എല്ലാ തരത്തിലുള്ള ത്യാഗവും അനുഭവിച്ചുകൊണ്ട് വളരെ ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലും കാത്തിരിക്കുന്ന മനുഷ്യരാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഇത്തവണ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകം എല്ലാ വർഷവും ഉള്ള കാഴ്ചയാണ്, പക്ഷേ മനസ്സിൽ കൂടുതലായി തറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് തോന്നുന്നു. വാർത്താ സമ്മേളനത്തിലെ ഇടയിൽ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമാണ് നേരത്തെ ശ്രീത സൂചിപ്പിച്ചത്. ഈ ആളുകളൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമമാണ്. കാരണം അയ്യപ്പന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നവരാണ്. ഈ കിടക്കുന്നവരിലൊക്കെ പല നാട്ടിൽ നിന്ന് വന്ന വലിയ സാമ്പത്തികത്തിലുള്ളവർ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അവർക്ക് വൃത്തിയായിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരുക്കണം. അതിൻ്റെ ഒരു ആലോചനയാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു. കാര്യം ഇതുവരെ മറ്റു പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇവിടെ താൽക്കാലികമായിട്ട് ഇവർക്ക് തങ്ങാനുള്ളൊരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ ഹരിവരാസന പുരസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാവിലത്തെ 10 തിരുവിഴ ജയശങ്കറിന് സമർപ്പിക്കുന്നു, അല്ലെ? ഉച്ചവരെ അത്. അതിനുശേഷമാണ് മകരസംക്രമ പൂജ. 3 മണിക്കാണ് മകരസംക്രമ പൂജ, അല്ലേ? അതെ, 3 മണിക്ക് ശേഷം മകരസംക്രമ പൂജ നടക്കുന്നു. ഇപ്പോൾ സന്നിധാനത്ത് ഇതൊക്കെയാണ് കാഴ്ചയെങ്കിൽ പോലും നമ്മൾ കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര രാവിലെ ഈ സന്നിധാനം ലക്ഷ്യമാക്കി ഇന്നത്തെ യാത്ര പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ ലാഹ സത്രത്തിലായിരുന്നു ഘോഷയാത്ര തങ്ങിയത്. ഇനി അഴുതയൊക്കെ കടന്ന് വലിയാനവട്ടത്തേക്ക് എത്തി പിന്നീട് കാനനപാതയിലൂടെ ഈ സന്നിധാനത്തേക്കുള്ള യാത്ര തുടരും. വൈകുന്നേരം ഏതാണ്ട് 5:30 ഇവിടെ ദർശനം ഉണ്ടാകുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹം വേറെ ഒരു ചാനലുമായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നാണ് കരുതുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 5:30 ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ ശരംകുത്തിയിൽ എത്തിച്ചേരുക. അവിടെ ദേവസ്വം ബോർഡിൻ്റെ സ്വീകരണം ഉണ്ടാകും. ദേവസ്വം പ്രതിനിധികൾ ഈ തങ്കയങ്കി ഘോഷയാത്രയൊക്കെ സ്വീകരിച്ചതിന് സമാനമായി ഇവിടെ നിന്ന് പ്രതിനിധി സംഘം അവിടേക്ക് പോകും. അവിടെ നിന്ന് സ്വീകരിക്കും.
തൊട്ട് പിന്നാലെയാണ് ഇവിടേക്ക് ഈ സന്നിധാനത്തിലേക്ക് ഘോഷയാത്ര എത്തുക. വലിയ നടപ്പന്തലും കഴിഞ്ഞ് വലിയ സ്വീകരണമായി സന്നിധാനത്തേക്ക് എത്തുന്നത് ഏതാണ്ട് ഒരു 6:15 കൂടി ഘോഷയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. 6:20 കൂടി, തുടർന്ന് 6:00 കൂടി ഈ 18-ാം പടി ചവിട്ടി തിരുവാഭരണ ഘോഷയാത്ര അയ്യപ്പൻ്റെ ശ്രീകോവിലേക്ക് എത്തിച്ചേരും. എന്തായാലും അതിനുശേഷമാണ് ഭക്തർ ആകെ കാത്തിരിക്കുന്ന ദീപാരാധന. അതും കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത്. അനുമതി ഇന്ന് പ്രത്യേക ചടങ്ങുകൾ എന്ന് പറയാൻ ഈ ഒരു പൂജ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സാധാരണ നിലയിലുള്ള ദീപാരാധനയാണ്. ഏറ്റവും ഭക്തർ കാത്തിരിക്കുന്ന ഈ മകരജ്യോതി ദർശനത്തിന്. അത് ഇവിടെ മാത്രമല്ല, ഒരുപാട് പോക്കറ്റുകളും അല്ലേ, പമ്പ ഹിൽ ടോപ്പ് അടക്കം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് തീർത്ഥാടകർക്ക് കയറാൻ കഴിയില്ല. മകരസംക്രമ പൂജ കഴിഞ്ഞ് അതേപോലെ തിരുവാഭരണം എത്തി ചാർത്തി ദീപാരാധന കഴിഞ്ഞ് മകരവിളക്കും കണ്ടതിന് ശേഷമേ തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇടങ്ങളൊക്കെ ആളുകളെ കൂടെ നിറഞ്ഞ് ഒരു പൂഴി വീണാൽ നിരത്തെത്താത്ത അത്ര തിരക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ കണ്ടതാണ് പാണ്ടിത്താവളത്തിലാവട്ടെ, അതേപോലെ BSNLന്റെ പരിസരത്താവട്ടെ, അവിടെയൊക്കെ തന്നെ ഇതിനോടകം ആളുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു പൊന്നമ്പലമേട്ടിലെ ആ ദീപം തെളിയുന്നത് കാണും എന്നുള്ളതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ്. ഇവിടെ മാത്രമല്ല, നമുക്കറിയാം പുല്ലുമേടൊക്കെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പല ഒരുക്കങ്ങളും ഇവിടുന്ന് ദൂരത്തിന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ശരംകുത്തിയിൽ, പമ്പ ഹിൽ ടോപ്പിൽ തുടങ്ങി പല പല പോയിന്റുകളിലായിട്ട് വിന്യസിച്ച് കിടക്കുകയാണ് ഈ ഒരു മകരവിളക്ക് കാണാനുള്ള ആളുകളുടെ ഒരു വലിയ കാത്തിരിപ്പ്. സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയൊരു എഫേർട്ട് ഈ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2 ലക്ഷത്തിലേറെ പേർക്ക് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാണെങ്കിലും പോലീസിനെ സംബന്ധിച്ചത് വലിയ ഒരു ടാസ്ക് ആയിട്ട് തന്നെയാണ്. ഇത്തവണ മുൻപത്തേക്കാളൊക്കെ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിൽ ക്രൗഡ് മാനേജ്മെന്റ് എന്നതാണ് വലിയൊരു വെല്ലുവിളിയായിട്ട് ഉണ്ടാവുക. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 4 പാതകളിലൂടെ തിരിച്ചു പോകാനാണ് നിർദ്ദേശം. ഇന്ന് പാണ്ടിത്താവളത്തിൽ നിന്ന് നമ്മുടെ ദർശൻ കോംപ്ലക്സിൻ്റെ ഇടതുവശത്തൂടെയുള്ള വഴി, അതേപോലെ തന്നെ ഈ ഒരു മേഖലയിലൂടെ മാളികപ്പുറത്തിൻ്റെ പുറകിലൂടെയുള്ള വഴി, അതേപോലെ നടപ്പന്തലിൻ്റെ KSEB ജംഗ്ഷൻ, അങ്ങനെ 3 ഇടങ്ങളിലൂടെ തിരിച്ചു പോകണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു 7 മണിക്ക് ശേഷം തിരിച്ചിറങ്ങലിൻ്റെ ഒരു വലിയ തിരക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്നാണെങ്കിലും നാളെ രാവിലെ വരേക്ക് നമുക്ക് ഈ ഒരു ഒഴുക്ക്, ഈ ഒരു സർക്കിളിംഗ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു മകരവിളക്ക് സീസണിൽ മറ്റ് സീസണുകളേക്കാൾ കൂടുതൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും തീർത്ഥാടക എണ്ണത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല, കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അയ്യപ്പൻ എന്ന ഒരു വലിയ ആ വിശ്വാസത്തിൻ്റെ മുകളിലേക്ക് ഒരു വിവാദങ്ങൾ ഏശിയിട്ടില്ല. ആളുകളോടെ വന്ന് മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യനെ കണ്ട് വണങ്ങിപ്പോകുന്നു. അതുതന്നെയാണ് ഈ ഒരു ശബരിമലയുടെ ഒരു തേജസ്സും അതിൻ്റെ ഒരു നിത്യതയാർന്ന സത്യവും. അല്ലേ അനുമതി? പല ഉദ്യോഗസ്ഥരും ഒക്കെ അകത്തായി എന്നുള്ള സത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് തന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ തന്നെ അകത്ത് ജയിലിൽ കിടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ തീർത്ഥാടന കാലം എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഭക്തരെ സംബന്ധിച്ച് വ്യക്തികൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടേക്ക് 3 ലക്ഷത്തിൽ പരം അധികമാണ് വരുമാനമാകട്ടെ. ഇവിടുത്തെ വലിയ കൊള്ള നടക്കുന്നു എന്ന് പറയുമ്പോഴും വരുമാനം ഏതാണ്ട് 50 കോടിയിലധികമായി വരുമാനം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ശബരിമല എന്ന വിശ്വാസം ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം നിൽക്കുമ്പോഴും ശബരിമല എന്ന അയ്യപ്പൻ എന്ന വിശ്വാസം അത് ആളിപ്പടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടത്. അത് നാട്ടിൽ അങ്ങനെ പ്രചരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടേക്ക് എത്തുമ്പോൾ, അതായത് ഈ സന്നിധാനത്തും അത് തന്നെയാണ് കാഴ്ച. അത് ഈ കേവലം ഭക്തരുടെ എണ്ണം മാത്രമല്ല, വരുമാനത്തിലടക്കം ഉണ്ടാകുന്ന ഈ ഒരു വലിയ വർധന അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ്. അനുമോദം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സന്നിധാനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഭക്തർ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത സ്ഥലം എന്നുള്ള വിശേഷണം തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.